ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ ഇവിടെ മത്തി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു മീനിനെ ചാളയെന്നൊക്കെ പറയും. അപ്പം നമുക്ക് കുറച്ച് മത്തി കിട്ടിയപ്പം അത് വൈകിട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് വെട്ടി ഒന്ന് കഴുകി നമുക്ക് മത്തി വെച്ചിട്ട് ഒന്ന് രണ്ട് വിഭവങ്ങൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പ്രത്യേകിച്ചൊന്നുമല്ല, മത്തി കൂടുതലായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കറി വെക്കും, വറക്കും. പിന്നെ നമ്മുടെ മത്തിക്കൊരു പരിഞ്ഞിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം മത്തി കട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ മത്തിയെക്കാട്ടിൽ കൂടുതൽ മത്തി കറി വെച്ച് കഴിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ ഈ പരിഞ്ഞിലിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഇത് എടുക്കും കേട്ടോ. എല്ലായിടവും ഇത് എടുക്കുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളെ ഞാൻ കാര്യം കാണിച്ചു തരാം. എന്തേണ്ടേ, ഇതിനകത്തിരിക്കുന്ന ഈ ഒരു സാധനമാണ് പരിഞ്ഞിൽ. ചിലയിടത്ത് മീൻ മുട്ട എന്നൊക്കെ പറയും. ഇത് വെച്ചിട്ട് നമ്മൾ തോരൻ വെക്കും കേട്ടോ, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യും. നമ്മളിവിടെ തോരൻ വെക്കാൻ പോവാണ്. അപ്പം ഇപ്പം ഇഷ്ടംപോലെ മത്തിയുടെ സീസണാണ്. മത്തി ഇഷ്ടംപോലെ കിട്ടുന്നൊരു സമയമാണ്. അപ്പം നമുക്ക് മത്തി വെച്ചിട്ട് എന്തൊക്കെയാണെന്ന് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മത്തിയെല്ലാം ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉപ്പുണ്ടല്ലോ, കല്ലുപ്പിട്ട് കഴുകുവാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് കാണിക്കുന്നത്. ഇത്രയും മീനിൻ്റെ ആ ഒരു പരിഞ്ഞിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മത്തി നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. ആ ഉപ്പിട്ട് കഴുകുമ്പം ശരിക്കും അഴുക്കുവും കേട്ടോ. നമ്മുടെ പൊടിയുപ്പിനെക്കാട്ടും നല്ലതാണ് ആ ഉപ്പ്. അപ്പം നമ്മൾ വെട്ടി ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. 5-6 ഫ്രൈ ചെയ്യാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മീനിൻ്റെ ഈ ഒരു പരിഞ്ഞിലെല്ലാം കൂടെ നമുക്കൊന്ന് തോരൻ വെക്കാവേ. അത് വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് തേങ്ങ വേണം. കുറച്ച് തേങ്ങ തിരിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പരിഞ്ഞിലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ തിരിങ്ങാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് സവാള കൊത്തിപ്പൊടിച്ചതാണ്. സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ആയാലും മതി, രണ്ടും ഒരേ ടേസ്റ്റാണ്. അതും നമ്മൾ അത്യാവശ്യം കൊച്ചതായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ നമ്മളിതിനകത്തോട്ട് പൊടി ഐറ്റംസാണ് ചേർക്കാൻ പോകുന്നത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം മുളക് പൊടിയും, അതുപോലെ തന്നെ കുറച്ച് കൂടുതലായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണേ. അപ്പം നമ്മുടെ കൈ വെച്ചിട്ട് നല്ലപോലെ ഈ ഒരു തോന്നുന്നത് അപ്പം നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനിൻ്റെ ആ പരിഞ്ഞിലുണ്ടല്ലോ, പരിഞ്ഞിലൂടെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് ചെറിയ തീയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ചിലർ വെള്ളം തളിക്കും. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യുമ്പം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിനകത്ത് അതിൽ കുക്കായിക്കോളും. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ മീൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ മീൻ കറി വെക്കുന്നതിനെക്കാട്ടിലും ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് നമ്മുടെ മത്തിയുടെ ഈ ഒരു പരിഞ്ഞിൽ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ പരിഞ്ഞിലെന്നാണ് പറയുന്നത്. മീൻ മുട്ട അങ്ങനെയൊക്കെ പറയും. നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനൊന്ന് റെഡിയാക്കി വെച്ച് കൊടുത്ത് നോക്കിയാൽ. അപ്പോൾ ഞാനിതിവിടെ എല്ലാം സെറ്റ് ചെയ്ത് അടുപ്പിലോട്ട് വെക്കുവാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ മീൻ കറിക്കുള്ളതെല്ലാം തേങ്ങയും എല്ലാം തിരികെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിതിങ്ങനെ ഒന്ന് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനും ഇവിടെ ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത്, അപ്പം നമ്മൾ മീൻ വറക്കുമ്പോൾ എപ്പോഴും ആദ്യം 1-2 കറിവേപ്പിലയൊക്കെ വെക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളത് ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പരിഞ്ഞിലൊന്ന് നോക്കിയപ്പോൾ ഒന്ന് കുറച്ച് കുക്കായിട്ടുണ്ട്. വീണ്ടും ഇളക്കിയിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാവേ. പിന്നെ നമ്മളിതിൻ്റെ ഇടയ്ക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 3-4 കറിവേപ്പിലയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഓരോ മീൻ കഷ്ണവും മീനും എടുത്തിട്ട് വെച്ച് കൊടുക്കുക. മീൻ മസാലയൊക്കെ തേച്ച് മുളക് പൊടി, കുരുമുളക് പൊടി തോനയിട്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം കൂടി ഇട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് അതും പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞാനിപ്പം എൻ്റെ വീട്ടിലാട്ടോ. എൻ്റെ വീട്ടിൽ ചെന്നപ്പം ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ അമ്മയുണ്ട്. അതൊക്കെ അമ്മയാണ് കുറേയൊക്കെ ഒതുക്കിയൊക്കെ തന്നത്. മീൻകറി വെക്കുന്നത് അമ്മ കേട്ടോ. മീൻകറി അമ്മയാണ് അടുപ്പിലോട്ട് വെച്ചത്. പിന്നെ ഫ്രൈ ചെയ്തതും
പരിഞ്ഞിൽ തോരൻ വെച്ചത് ഞാനാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. തിരിച്ചിട്ടെടുക്കാം. പിന്നെ നമ്മുടെ മീൻ പരിഞ്ഞിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഫൈനലായിട്ടുള്ളത് കാണിച്ചു തരാവേ. വേണ്ടേ, നല്ല പോലെ കുക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കത് പറയാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്യുന്ന വിഭവമാണെന്ന് അറിയാം, എങ്കിലും നിങ്ങളൊന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മത്തി കൊണ്ടുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേണ്ടേ നമ്മുടെ മത്തി കൊണ്ടുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ റെഡിയായി. ഫ്രൈ ആയി, പരിഞ്ഞിൽ തോരനായി, പിന്നെ മീൻകറിയായി കേട്ടോ. മീൻകറിക്ക് ഇപ്പോൾ അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. അമ്മയാണ് വെക്കുന്നത്. നമ്മൾ തേങ്ങ അരച്ച് തോട്ടുപുളിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് മീനെല്ലാം കഷ്ണമെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന പെറുക്കി ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ മീൻകറി എടുക്കുന്നത് കേട്ടോ. മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ മാങ്ങ ഇട്ടേ വെക്കത്തുള്ളായിരുന്നു, പക്ഷേ മാങ്ങ ഇല്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മത്തി കൊണ്ടുള്ള വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ കറിയായി, മീൻ ഫ്രൈ ആയി, പിന്നെ നമ്മുടെ പരിഞ്ഞിൽ തോരനായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്കാകുമ്പം അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ വീട്ടിൽ ചെന്നതുകൊണ്ടാണ്, എല്ലാവരോടും ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വീഡിയോകൾ കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെയൊക്കെ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇത് തിളയ്ക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.